Good morning, all of you. Once again, welcome back our topic marginal costing. അതിൽ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇതുവരെ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങും അതുപോലെ തന്നെ CVP അനാലിസിസിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചു. ഇനി ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇത് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് നോക്കാം. മുഖ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു സബ്ജക്റ്റ് തന്നെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റിന് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതുണ്ട്. അതാണ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അതായത് അപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഓർ CVP അനാലിസിസ്. ബിസിനസ്സിൽ എങ്ങനെയൊക്കെയാണിത് അപ്ലിക്കേഷൻ സാധ്യമാകുന്നത്? ചുവടെ നൽകിയിട്ടുണ്ട് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റിംഗ് വളരെയധികം ഈ മാനേജ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. ഈ എത്രയാണ് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഡിസിഷൻ, അത് ബേസിക്കലി മാർജിനൽ കോസ്റ്റിംഗും അതുപോലെ CVP അനാലിസിസും നടത്തിയിട്ടാണ് മാനേജേഴ്സ് തീരുമാനം എടുക്കുന്നത്. അതിൽ തന്നെ പ്രൈസിങ് അണ്ടർ നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രൈസ് ബിലോ ദ മാർജിനൽ കോസ്റ്റ്. ചില സമയത്ത് ഹൈ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കോമ്പറ്റീറ്റേഴ്സിന് തകർക്കാൻ വേണ്ടിയിട്ട് മാർജിനൽ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയെന്നുള്ളതും ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സാധ്യമാകുന്നത്. മറ്റൊന്ന് പ്രൈസിങ് അണ്ടർ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആൻഡ് ട്രേഡ് ഡിപ്രഷൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷനൊക്കെ ഹൈ ആകുന്ന സമയത്ത് നമുക്ക് ആ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാനുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മാർജിനൽ കോസ്റ്റിങ്ങിലൂടെ, അതായത് നമ്മുടെ ഒരു കോസ്റ്റും ഒരു ബേസിക് ആയിട്ടുള്ളൊരു മിനിമം പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് എത്ര രൂപക്ക് നമുക്ക് വിൽക്കാൻ കഴിയുമെന്നൊക്കെ നോക്കാൻ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് അനാലിസിസ് സാധ്യമാക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തത് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് സെലക്ട് ചെയ്യാനും, അതായത് ഒരു കമ്പനിക്ക് തന്നെ ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏത് സെയിൽസ് മിക്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താനാവും. അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, നമുക്ക് തുടർന്ന് പഠിക്കാം. ദെൻ പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് തന്നെ ചിലപ്പോൾ അതിലായിരിക്കും. മേ ബി ടൈം ആയിരിക്കാം, മേ ബി എനി എംപ്ലോയി ആയിരിക്കാം, മേ ബി ടെക്നോളജി ആയിരിക്കാം. അങ്ങനെ ഒരു ബേസിക്കായിട്ട് നമ്മുടെ ഒരു പുരോഗതിയിൽ മുന്നിട്ട് നിൽക്കുന്ന അതിനെക്കുറിച്ച് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു മാർജിനൽ കോസ്റ്റിങ്ങിൽ സാധിക്കുന്നുണ്ട്. അതിൻ്റെയും പ്രോബ്ലം നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ മേക്ക് ഓർ ബൈ ഡിസിഷൻ. നമ്മൾ പുതിയ സാധനം ഓർഡർ ചെയ്യുന്നതാണോ, പുറമെ ഒരു വ്യക്തിക്ക്, അതായത് മറ്റൊരു കമ്പനിയിൽ ഓർഡർ ചെയ്യുന്നതാണോ, നമ്മൾ തന്നെ നിർമ്മിക്കുന്നതാണോ നല്ലത് എന്ന് നോക്കുന്നതാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. അത് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റും കോൺട്രിബ്യൂഷനും എല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെയും പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ദെൻ ഷട്ട് ഡൗൺ ഡിസിഷൻ. കമ്പനി ഇനി പൂട്ടി പോകണമോ അല്ലെങ്കിൽ തുടരണമോ, ഇപ്പോൾ നിലവിലുള്ള രീതിയിൽ കമ്പനി മുന്നോട്ട് പോയാൽ ഇനി ഇതിലേറെ നഷ്ടത്തിലേക്കാണോ പോകുന്നത് എന്നെല്ലാം മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെയും ചെറിയൊരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ദെൻ അക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡർ, അഡീഷണൽ ഓർഡർ, എക്സ്പോർട്ട് ഓർഡർ ആൻഡ് എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ്. ബൾക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അഡീഷണൽ ഓർഡർ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമുക്ക് അനാലിസിസിന് വിധേയമാക്കിയിട്ട് കമ്പനിക്ക് ലാഭമുള്ള രീതിയിലാണെങ്കിൽ അതെന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും. അല്ലെങ്കിൽ ഓർഡർ കുറച്ച് വൈകിപ്പിക്കുന്ന രീതിയെല്ലാം അതിനൊക്കെ സഹായിക്കുന്നത് എന്താണ്, മാർജിനൽ കോസ്റ്റിങ്ങും അതുപോലെ CVP അനാലിസിസും അല്ലെയാണ്. ഇതിൻ്റെ എല്ലാം ഓരോ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആദ്യം ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു നോട്ടാണ് ചുവടെ നൽകിയത്. പ്രൈസിങ് അണ്ടർ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയാണ് പ്രൈസിങ്, അതായത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കാണാൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ദെൻ ഡിസയർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. അതായത് നമുക്ക് ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള വേരിയബിൾ കോസ്റ്റും. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും, ടോട്ടൽ കോസ്റ്റ് ലഭിക്കും. ആ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് പ്രോഫിറ്റ് ഉണ്ടാവും. ഇത്ര പ്രോഫിറ്റ് ലഭിക്കണം എന്നൊരു താല്പര്യം ഉണ്ടാവും. ആ ഡിസൈഡ് പ്രോഫിറ്റും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക, സാധാരണ ഒരു നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാറ്. അത് തന്നെയാണ് അവിടെ കാണിച്ചത്. ദെൻ ഇനി ഇത് സെല്ലിംഗ് പ്രൈസ് തന്നെ ഇഫ് ഡിസൈഡ് പ്രോഫിറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. ഈ ഡിസൈഡ് പ്രോഫിറ്റ് നമ്മൾ രൂപയിലല്ല പെർസെൻറ്റേജിലാണ് പറയുന്നതെങ്കിൽ, അതായത് സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ 10%, 20% പ്രോഫിറ്റ് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ പെർസെൻറ്റേജിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് ചുവടെ നൽകിയിട്ടുള്ള ഈ ഒരു
ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാവുന്നു. അതെന്താണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് ടോട്ടൽ കോസ്റ്റ് രണ്ടും ചേർത്താൽ പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് വോളിയം. ഓക്കെ, ഇത്രയും രീതിയിലാണ്, ഈ ഒരു രീതിയിലാണ് പെർസെൻറ്റേജിൽ പ്രോഫിറ്റ് പറയുകയാണെങ്കിൽ നമുക്കത് കണ്ടെത്താനാവുന്നത്. ഓക്കെ, ഇനി ഫിക്സേഷൻ സെല്ലിംഗ് പ്രൈസിൽ തന്നെ സെല്ലിംഗ് പ്രൈസ് ബിലോ ദ മാർജിനൽ കോസ്റ്റ്. ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് സെല്ലിംഗ് പ്രൈസ് മേ ബി ഫിക്സ്ഡ് ഈവൻ ബിലോ ദ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനേക്കാൾ താഴെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇവിടെ ചുവടെ നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മുടെ ഡിസിഷൻ അത് എല്ലായ്പ്പോഴും കമ്പനി പ്രോഫിറ്റ് തന്നെ കരുതിക്കൊണ്ട് ഡിസിഷൻ വെക്കൂല. മറ്റുള്ള കമ്പനിയിൽ നിന്ന് നമ്മുടെ കമ്പനി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ചുവടെ നൽകിയത്. ഫസ്റ്റ് വൺ, ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലൊരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ഏതിനെ? മാർജിനൽ കോസ്റ്റിനേക്കാൾ താഴെ തന്നെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. കാരണം ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേജിലാണ്, ആളുകൾക്കൊന്നും വല്ല പോപ്പുലർ ആയിട്ടില്ല, നമ്മൾ പ്രൈസ് കുറച്ച് വിൽക്കേണ്ടി വരും. ദെൻ ടു പോപ്പുലറൈസ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ദെൻ ടു അവോയ്ഡ് ദി ലോസ് ഓഫ് ഫ്യൂച്ചർ സെയിൽ. ഫ്യൂച്ചർ സെയിലിൽ നിന്നുള്ള ലോസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ചില സമയത്ത് ചിലത് കെട്ടിക്കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വെറുതെ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പഠിക്കേണ്ട, എനിക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിൻ്റെ ഒക്കെ കേസിൽ വരുന്നൊരു കേസാണ് അത്. നമുക്കിപ്പോൾ അധികം പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ദെൻ ടു സെൽ ഗുഡ്സ് ഓഫ് പെരിഷബിൾ നാച്ചർ, അതായത് പെട്ടെന്ന് കേടുവരുന്ന ഡ്യൂറബിൾ അല്ലാത്ത പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സൊക്കെ പെട്ടെന്ന് സെയിൽ ചെയ്ത് പോകണമെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാറുണ്ട്. ദെൻ ടു പുഷപ്പ് ദ സെയിൽ ഓഫ് ജോയിൻറ്റ് പ്രൊഡക്ട്സ്. ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെ സെയിൽ പുഷപ്പ് ചെയ്യുക, അതായത് ഒന്ന് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നിൻ്റെ ക്യാഷ് കുറച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട്. ദെൻ ടു എലിമിനേറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ് ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്ന് നമ്മുടെ മത്സരത്തിൽ നിൽക്കുന്ന മറ്റു കടകളെ, കോമ്പറ്റീറ്റേഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രൈസ് ഫിക്സ് ചെയ്യാറുണ്ട്. ദെൻ ടു യൂട്ടിലൈസ് ഐഡിയൽ കപ്പാസിറ്റി, ഉപയോഗിക്കാതിരിക്കുന്ന കപ്പാസിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറച്ച് കൊടുക്കുക. കാരണം ഡിമാൻഡ് കൂടും, അപ്പോൾ നമ്മൾ കപ്പാസിറ്റി കൂടുതലായിട്ട് ഉപയോഗിക്കും. ദെൻ ടു ഡിസ്പോസ് എ സർപ്ലസ് സ്റ്റോക്ക്, ഒരുപാട് സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നത് പെട്ടെന്ന് വിറ്റ് പോകാൻ വേണ്ടിയിട്ടും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. അതാണ് സെല്ലിംഗ് പ്രൈസ് ബിലോ മാർജിനൽ കോസ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ദെൻ ഇനി പ്രൈസിങ് അണ്ടർ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആൻഡ് ട്രേഡ് ഡിപ്രഷൻ. ട്രേഡ് ഡിപ്രഷനോ അതുപോലെ സ്റ്റിഫ് കോമ്പറ്റീഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൈസിങ്? അതായത് ഡ്യൂറിങ് സ്റ്റിഫ് കോമ്പറ്റീഷൻ പ്രൊഡക്ട്സ് മേ ഹാവ് ടു ബി സോൾഡ് അറ്റ് പ്രൈസ് ബിലോ ദി ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ കോസ്റ്റിൽ ചില സമയത്ത് പ്രൊഡക്റ്റ് വിൽപ്പന നടത്താറുണ്ട്. ഇൻ സച്ച് എ കേസസ് ദ പ്രൈസ് ഷുഡ് ബി ഫിക്സ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് മാർജിനൽ കോസ്റ്റ് സോ ആസ് ടു കവർ ദ മാർജിനൽ കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് സംതിങ് ടുവേർഡ്സ് ദ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ വളരെ കുറച്ച് കൊടുക്കുക, അതായത് മാർജിനൽ കോസ്റ്റും അതിലുണ്ടാവും, അതുപോലെ തന്നെ സംതിങ് ടുവേർഡ്സ് ദ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. ഫിക്സ്ഡ് കോസ്റ്റിലേക്കുള്ള എമൗണ്ടും മാർജിനൽ കോസ്റ്റിലേക്കുള്ള എമൗണ്ടൊക്കെ അതിൽ ചേർത്തിട്ടുണ്ടാവും, എങ്കിലും വളരെ കുറച്ച് എമൗണ്ട് ആയിരിക്കും ചേർത്തിരിക്കുക. ദെൻ സം ടൈം ടു എലിമിനേറ്റ് ദ വീക്കർ കോമ്പറ്റീഷൻ ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിലെ കോമ്പറ്റീഷൻ കുറക്കാനായിരിക്കാം ചിലപ്പോൾ അത്. ദെൻ ദ പ്രൈസ് മേ ബി ഫിക്സ്ഡ് ഈവൻ ബിലോ ദ മാർജിനൽ കോസ്റ്റ്. ഡ്യൂറിങ് ഡിപ്രഷൻ ആൾസോ പ്രൊഡക്റ്റ് മേ ബി സോൾഡ് അറ്റ് പ്രൈസ് ബിലോ ദ ടോട്ടൽ കോസ്റ്റ്. Product may be sold below the total cost. There may be temporary fall in the demand due to depression. ഡിപ്രഷൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഡിമാൻഡ് വളരെയാണ് കുറയാൻ ചാൻസ് ഉണ്ട്. ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറ്, അല്ലാതെ എല്ലായ്പ്പോഴും ചെയ്യുന്നതല്ല. ഇൻ സച്ച് എ കേസസ് ദ പ്രൈസ് ഷുഡ് ബി ഫിക്സ്ഡ് അബോവ് മാർജിനൽ കോസ്റ്റ് സോ ആസ് ടു കവർ ദ വേരിയബിൾ കോസ്റ്റ് ആൻഡ് എ പാർട്ട് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ദ ലോസ് വിൽ ബി ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആണെങ്കിൽ അവിടെ നമുക്ക് ലോസ് എന്ന് പറഞ്ഞാൽ വലിയ ലോസ് ഉണ്ടാവില്ല. ആ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമേ നമുക്ക് ലോസ് ഉണ്ടാവുള്ളൂ. അത് നമുക്ക് പിന്നീട്, കാരണം ഫിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞാൽ ലോങ് ടൈമിലേക്കാണ് ഉണ്ടാവുക, അപ്പോൾ നമുക്ക് മേ ബി അത് പിന്നീടും കവർ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ ഈവൻ ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഡിസ്കണ്ടിന്യൂഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഹാസ് ടു ബി ഇൻകേർഡ്. ചില സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന, ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്ഷനെ നിർത്തി വെക്കാമെന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഈ ഒരു
നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കച്ചവടം കുറഞ്ഞു എന്ന് വെക്കുക. ഒരുപാട് ഹോട്ടലുകളിലൊക്കെ കച്ചവടം കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, അവർ പ്രൊഡക്ഷൻ നിർത്തി വെക്കും. സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ നിർത്തി വെക്കുമ്പോൾ അവർക്ക് എന്തായാലും ഫിക്സഡ് കോസ്റ്റ് എന്തായാലും ആവില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ അതുപോലെ മെഷീൻ്റെ ഒക്കെ കോസ്റ്റ് എന്തായാലും ആവുമല്ലോ. അപ്പോൾ അവരിങ്ങനെ കണക്ക് കൂട്ടി നോക്കുക, ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ എത്രയാണ് നഷ്ടം വരിക, പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിൽ എത്രയാണ് നഷ്ടം വരിക എന്നൊക്കെ കണക്ക് കൂട്ടി നോക്കും. എന്നിട്ട് ആ മാർജിനൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, എന്നിട്ട് പ്രൊഡക്ഷൻ നടത്താതിരുന്നാൽ ചിലപ്പം ആ ഫിക്സഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് മൊത്തം നഷ്ടമായിരിക്കും. പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊക്കെ വരുമാനം കിട്ടും. അതും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ആ ഫിക്സഡ് കോസ്റ്റിൻ്റെ നഷ്ടം കുറച്ച് കുറയുന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലർ നഷ്ടം സഹിച്ചും പ്രൊഡക്ഷൻ നടത്തും. അതായത് ലാഭത്തിൽ നിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതാണ് പ്രൈസിങ് അണ്ടർ സ്റ്റിഫ് കോമ്പറ്റീഷൻ എന്നുള്ളത് പറയുന്നത്. ദെൻ ഇതിന് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് ഗിവൺ ഫിക്സ്ഡ് കോസ്റ്റ് 1 lakh, മാർജിനൽ കോസ്റ്റ് 2 per unit, കറണ്ട് സെല്ലിംഗ് പ്രൈസ് 3.50 per unit, then output 50,000 unit. Suggest whether the company should sell the product or not. ഓക്കെ, നമ്മൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് 1 ലക്ഷം രൂപ അവർക്ക് വരുന്നുണ്ട്, മാർജിനൽ കോസ്റ്റ് ആയിട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ 2 ഔട്ട്പുട്ട് 50,000 അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അത്ര തന്നെ വരും, 1 ലക്ഷം തന്നെ വരും. ദെൻ കറണ്ട് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 3.50 ആണ്. സെല്ലിംഗ് പ്രൈസ് 50,000 ഇൻറ്റു 3.50 ചെയ്താൽ എത്ര കിട്ടുക, 1,50,000 75 അത്രേ വരുള്ളൂ. നമ്മുടെ കോസ്റ്റ് എത്ര വരുന്നുണ്ട്, 2 ലക്ഷത്തിൻ്റെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് പ്രൊഡക്ഷൻ നടത്തണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ എമൗണ്ട് കിട്ടുകയുള്ളൂ. ഇക്വേഷനിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ മാർജിനൽ കോസ്റ്റ് എത്രയെന്നുള്ളത് നമുക്ക് കാണാൻ അറിയും. കാരണം അത് മാർജിനൽ കോസ്റ്റ് 2 രൂപയാണ് പെർ യൂണിറ്റിന്. ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റു ചെയ്യുക, 50,000 ഇൻറ്റു 2, അതായത് 1 ലക്ഷമാണ് മാർജിനൽ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, അതും 1 ലക്ഷം തന്നെയാണ്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് 2 ലക്ഷം വരുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് 2 ലക്ഷം രൂപ വരുന്നുണ്ട് ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ. നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കാം. ഒരു പ്രൊഡക്റ്റിന് എത്ര വരുന്നുണ്ട് നോക്കാം. 2 ലക്ഷമാണ് ടോട്ടൽ കോസ്റ്റ്. നമ്മുടെ 2 ലക്ഷം എത്രയാണ് നമ്മുടെ ഔട്ട്പുട്ട്, 50,000 ആണ് ഔട്ട്പുട്ട്. അപ്പോൾ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 50,000 ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 4 കിട്ടും. 4 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റാണ്. 50,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കാവുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കാവുന്നത് 4 രൂപയാണ്. മനസ്സിലാക്കണം, 4 രൂപ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ. ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. പ്രോബ്ലത്തിൽ നോക്കൂ, നമ്മുടെ ഒരു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, കറണ്ട് സെല്ലിംഗ് പ്രൈസ് 3.50 ആണ്. നമുക്കിപ്പോൾ ചെയ്തപ്പോൾ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, 4 രൂപ ചിലവ് വരുന്നുണ്ട് ഒരു വസ്തു നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. പക്ഷേ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 3.5-നാണ് നമ്മൾ വിൽപ്പന നടത്തുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നഷ്ടത്തിനാണ് ഇപ്പോൾ അത് വിൽപ്പന നടത്തുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ചുവടെ നൽകിയത്. ദ കറണ്ട് സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനേക്കാൾ കുറവാണ് സെല്ലിംഗ് പ്രൈസ്. ബട്ട് ഇറ്റ് ഈസ് സജസ്റ്റഡ് ടു കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ. അതായത് നമ്മളിപ്പോൾ പറയാം, നമ്മൾ 4 രൂപക്കാണ് ഇത് വിൽപ്പന, നമുക്ക് കോസ്റ്റ് 4 രൂപയായത്, പക്ഷെ നമ്മളത് വിൽപ്പന നടത്തുന്നത് 3.5-നാണ്. അവിടെ നമുക്ക് 50 പൈസ കുറവാണ്, നഷ്ടമാണ് അല്ലേ. അപ്പോൾ അത് നിർത്താമെന്നല്ലേ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുള്ളൂ, നിർത്തി പോവുക, എന്നാൽ പിന്നെ 50 പൈസ നഷ്ടത്തിന് വിൽക്കണ്ടല്ലോ. പക്ഷേ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ദ കറണ്ട് സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദ ടോട്ടൽ കോസ്റ്റ് ബട്ട് ഇറ്റ് ഈസ് സജസ്റ്റഡ് ടു കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ ബിക്കോസ് എ പാർട്ട് ഓഫ് ദ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് റിക്കവേർഡ്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് 1 ലക്ഷം ഉണ്ട് അല്ലേ, ഇവിടെ നമുക്ക് 3.5 വിൽപ്പന നടത്തുകയാണെങ്കിൽ നോക്കുക, 3.5-ന് 50,000 വിൽപ്പന നടത്തുകയാണെങ്കിൽ എത്ര കിട്ടും നമുക്ക്, 1,50,000 കിട്ടും. പിന്നെ 25, 1,75,000 രൂപ നമുക്ക് കിട്ടും. 1,75,000 രൂപ നമുക്ക് ഈ ഒരു 50,000 യൂണിറ്റ് 50,000 യൂണിറ്റ് നമ്മൾ 4 രൂപയ്ക്ക് കോസ്റ്റ് വന്ന് നിർമ്മിച്ചു. അത് 3.5-നാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ 1,75,000 രൂപ നമുക്ക് ലഭിക്കും. പക്ഷേ 25,000 രൂപ നമുക്ക് എന്താണ് അവിടെ നഷ്ടമാണ്. 25,000 രൂപ നമുക്കെന്താണ് നഷ്ടമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ. ഇനി നിങ്ങൾ നോക്ക്, ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് വെക്കുക. ഈ
3.5 വിൽക്കുള്ളൂ, 4 രൂപക്ക് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്, നമ്മളിതൊന്നും ഉൽപ്പാദിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് വെക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ കോസ്റ്റ് വരില്ല, ഏത് മാർജിനൽ കോസ്റ്റ് വരില്ല, 1,00,000 രൂപ വരില്ല. നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 1,00,000 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എത്രയായിരുന്നു നഷ്ടം? 25,000 ആയിരുന്നു. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നപ്പോൾ നമുക്ക് എത്ര നഷ്ടം? 1,00,000ആണ്. മനസ്സിലായില്ല? അപ്പോൾ വ്യത്യാസം പ്രൊഡ്യൂസ് നമ്മൾ നഷ്ടത്തിനാണ് വിൽക്കുന്നത് എന്ന് കരുതിയിട്ട് ഉൽപ്പാദിപ്പിക്കാതെ ഇരുന്നാൽ നമുക്ക് നഷ്ടം കൂടുക ചെയ്യുന്നത്. കാരണം ഫിക്സഡ് കോസ്റ്റ് എന്തായാലും അവിടെ ഉണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആണ്, അത് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ലാഭം. കാരണം എന്താ? നമുക്കൊരു ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു ഭാഗം ഇതിൽ നിന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു മാനേജർ ഡിസിഷൻ എടുക്കാറ്. അല്ലാതെ ഒറ്റയടിക്ക് പോയിട്ട് ഡിസിഷൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അതിനാണ് മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റിഫ് കോമ്പറ്റീഷനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ആ കാര്യം തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ് ഇവിടെ കാണിച്ചത്. സെയിൽസ് 50,000 ആണ്. 3.50 വിൽക്കുകയാണെങ്കിൽ 1,75,000 കിട്ടും. ടോട്ടൽ കോസ്റ്റ് 2,00,000 ആണ്. ലോസ് 25,000 ആണ്. Thus, if the production is continued, the loss will be 75. Production, that is 1 lakh minus 25,000. This is because the selling prices cover a part of the fixed cost 75,000. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. തീരുമാനം എടുക്കാൻ മാർജിനൽ കോസ്റ്റ് നമ്മളെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് ഈ ഒരു പ്രോബ്ലത്തിൽ കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദെൻ അടുത്തതാണ്, രണ്ടാമത്തതാണ് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ്. ഈ മാർജിനൽ കോസ്റ്റിംഗ് അതുപോലെ CVP അനാലിസിസ് ഒക്കെ നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ്. സെയിൽസ് മിക്സ് സെലക്ട് ചെയ്യാനോ സൂട്ടബിൾ ആയിട്ടുള്ള സെയിൽസ് മിക്സ് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതായത് വെൻ എ ഫേം മാനുഫാക്ചേഴ്സ് മോർ ദാൻ വൺ പ്രൊഡക്റ്റ്, ഒരു ഫേം ഒന്നിലധികം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ എ പ്രോബ്ലം അറൈസസ് ആസ് ടു വിച്ച് പ്രൊഡക്റ്റ് മിക്സ് വിൽ ഈൽഡ് ദി മാക്സിമം പ്രോഫിറ്റ്. ഏത് പ്രൊഡക്റ്റ് മിക്സാണ് മാക്സിമം പ്രോഫിറ്റ് നൽകുന്നത് എന്നുള്ളൊരു പ്രശ്നം നമുക്ക് അവിടെ വരുന്നുണ്ട്. കാരണം നമ്മുടെ കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് മേ ബി നല്ല ഹൈ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന കമ്പനി ആയിരിക്കാം. ഒരു പക്ഷേ നമ്മളൊരു 5-6 പ്രൊഡക്റ്റ് ആ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്റ്റ് നമുക്ക് നല്ല പ്രോഫിറ്റ് നൽകുന്നുണ്ടാവും, മറ്റു ചില പ്രൊഡക്റ്റ് നമുക്ക് നഷ്ടം തരുന്നുണ്ടാവും, മറ്റു ചില പ്രൊഡക്റ്റ് ചെറിയ പ്രോഫിറ്റൊക്കെ നൽകുന്നുണ്ടാവുള്ളൂ. അത് നമ്മൾ അറിയില്ല. ടോട്ടൽ പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഏത് പ്രൊഡക്റ്റിൽ നിന്നാണ് നമുക്ക് നല്ല മാക്സിമം റിട്ടേൺ കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷേ ഈ മാർജിനൽ കോസ്റ്റിംഗ് അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഏതിൽ നിന്നാണ് നല്ല പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് അറിയാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തുടരണം അല്ലെങ്കിൽ നിർത്തണം എന്നൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ നൽകിയിട്ടുള്ളത്. പ്രോബ്ലം അറൈസസ് ആസ് ടു വിച്ച് പ്രൊഡക്റ്റ് മിക്സ് വിൽ ഈൽഡ് ദി മാക്സിമം പ്രോഫിറ്റ്. ഏത് പ്രൊഡക്റ്റ് മിക്സാണ് മാക്സിമം പ്രോഫിറ്റ് നൽകുന്നത് എന്നുള്ളൊരു പ്രോബ്ലം അവിടെ ഉണ്ട്. മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ സെലക്ടിങ് ദി ബെസ്റ്റ് സെയിൽസ് മിക്സ്. അതായത് ഈ മാർജിനൽ കോസ്റ്റിംഗ് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ മാനേജറെ സഹായിക്കുന്നുണ്ട്. എങ്ങനെ? ടു സെലക്ട് ഇൻ ദ ബെസ്റ്റ് സെയിൽസ് മിക്സ്. ബെസ്റ്റ് സെയിൽസ് മിക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദ ബെസ്റ്റ് ഓർ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് ഈസ് വൺ വിച്ച് ഈൽഡ് ദ മാക്സിമം കോൺട്രിബ്യൂഷൻ മാർജിൻ. ബെസ്റ്റ് അല്ലെങ്കിൽ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് എന്നൊക്കെ പറഞ്ഞാൽ വിച്ച് ഈൽഡ് ദ മാക്സിമം കോൺട്രിബ്യൂഷൻ മാർജിൻ. മാക്സിമം ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ, അതായത് മാക്സിമം പ്രോഫിറ്റ് നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇതിൻ്റെയും എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ ഇതാണ്. The directors of Cochin Trading Company Limited are considering the sales budget for the next budget period. അടുത്ത ബജറ്റ് പീരീഡിലേക്കുള്ളൊരു പ്രപ്പോസൽ കൺസിഡർ ചെയ്യുകയാണ്. ദ ഫോളോവിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ മെയ്ഡ് അവൈലബിൾ ഫ്രം ദി കോസ്റ്റ് റെക്കോർഡ്. അവരുടെ കോസ്റ്റ് റെക്കോർഡിൽ നിന്ന് ചുവടെ നൽകിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് രണ്ട് പ്രൊഡക്റ്റാണുള്ളത്, പ്രൊഡക്റ്റ് എ അതുപോലെ പ്രൊഡക്റ്റ് ബി. അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്രൊഡക്റ്റ് എക്ക് ₹20 പ്രൊഡക്റ്റ് ബിക്ക് 25 ആണ്. ഡയറക്റ്റ് വേജസ് അറ്റ് ₹2 പെർ ഹവർ. 2 ഹവറിന് ഒരു ഹവറിന് ₹2 ഡയറക്റ്റ് വേജസിന് വരുന്നത്. പ്രൊഡക്റ്റ് എ ഉണ്ടാക്കാൻ 5 ഹവറും പ്രൊഡക്റ്റ് ബി ഉണ്ടാക്കാൻ 7.5 ഹവറുമാണ് വരുന്നത്. ദെൻ സെല്ലിംഗ് പ്രൈസ് 60 ആണ്.
പ്രൊഡക്റ്റ് എക്ക്, പ്രൊഡക്റ്റ് ബിക്ക് 100 ആണ് വരുന്നത്. ദെൻ വേരിയബിൾ ഓവർ ഹെഡ് 100% ഓഫ് ഡയറക്റ്റ് വേജ്. ഡയറക്റ്റ് വേജിൻ്റെ 100% വേരിയബിൾ ഓവർ ഹെഡ്. ഫിക്സ്ഡ് ഓവർ ഹെഡ് 10,000 പെർ ആനം, ഒരു വർഷത്തിലേക്ക് 10,000 രൂപയാണ്. ഇത്രയാണ് നമുക്ക് അവരുടെ കോസ്റ്റ് ഷീറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, കോസ്റ്റ് റെക്കോർഡിൽ നിന്ന് ലഭിച്ചത്. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജും സെല്ലിംഗ് പ്രൈസും വേരിയബിൾ ഓവർ ഹെഡും ഫിക്സ്ഡ് ഓവർ ഹെഡും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് you are required to present to the management a statement showing the marginal cost of each product. എല്ലാ പ്രോഡക്റ്റിൻ്റെ ഒരു മാർജിനൽ കോസ്റ്റ് കാണിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടു റെക്കമെൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെയിൽസ് മിക്സ് ഷുഡ് ബി അഡോപ്റ്റഡ്. എന്നിട്ട് ചുവടെ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്. അതിൽ ഏതാണ് കൂടുതൽ നല്ലത്, കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെയിൽസ് മിക്സ്? രണ്ടും പ്രൊഡക്റ്റ് എ ഉണ്ട് ബി ഉണ്ട്. പ്രൊഡക്റ്റ് എ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതാണോ, ഇനി പ്രൊഡക്റ്റ് ബി മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എയും ബിയും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എ 100 യൂണിറ്റും പ്രൊഡക്റ്റ് ബി 50 യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതികളിൽ നമുക്ക് ഈ ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്താം. അതിലേതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചുവടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് 450 യൂണിറ്റ് എ പ്രൊഡക്റ്റും ആൻഡ് 300 യൂണിറ്റ് ബി പ്രൊഡക്റ്റും ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ബി രണ്ടാമതായിട്ട് പറഞ്ഞത് 900 യൂണിറ്റ് ഓഫ് എ ഓൺലി. എ പ്രൊഡക്റ്റ് മാത്രം 900 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എത്രയായിരിക്കും പ്രോഫിറ്റ്? ദെൻ 600 യൂണിറ്റ് ഓഫ് ബി ഓൺലി. 600 യൂണിറ്റ് ബി പ്രൊഡക്റ്റ് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ എന്തായിരിക്കും നമുക്ക് പ്രോഫിറ്റ്? ദെൻ 600 യൂണിറ്റ് എയും 200 യൂണിറ്റ് ബിയും ഉൽപ്പാദിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും നമുക്ക് പ്രോഫിറ്റ് എന്നെല്ലാം നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് 600, 700, 800, 400, 750, 900 യൂണിറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 900. അപ്പോൾ നമ്മുടെ ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ല ഒരു ധാരണയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ധാരണയൊന്നും വേണ്ട. ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുക. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരക്കുക. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരക്കാൻ സിമ്പിളാണ്. എന്ത്, സെല്ലിംഗ് പ്രൈസ് ആദ്യം എഴുതുക. സെല്ലിംഗ് പ്രൈസ് പ്രൊഡക്റ്റ് എയിൽ 60ഉം പ്രൊഡക്റ്റ് ബിയിൽ 100ഉമാണ് നമ്മുടെ പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട്. ദെൻ സെല്ലിംഗ് പ്രൈസ് ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും, അതായത് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർജിനൽ പ്രോഫിറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ കോൺട്രിബ്യൂഷൻ കിട്ടാൻ വേരിയബിൾ കോസ്റ്റ് നമ്മുടെ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയബിൾ കോസ്റ്റാണ്, ഡയറക്റ്റ് വേജസ് ഉണ്ട്, ദെൻ വേരിയബിൾ ഓവർഹെഡ് ഉണ്ട്. അതിൻ്റെ മൂന്നിൻ്റെയും ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. എത്രയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ 20 പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബിക്ക് 25. ദെൻ ഡയറക്റ്റ് വേജസ് 2 പെർ ഹവർ ആണ്. പ്രൊഡക്റ്റ് എക്ക് 5 അവർ ഉണ്ട്, അപ്പോൾ 5 × 2 10. ദെൻ പ്രൊഡക്റ്റ് ബിക്ക് 7.5 ആണ്, ഇൻറ്റു 2 ചെയ്യുമ്പം 15 ലഭിക്കും. അതാണ് അവിടെ നൽകിയ ഡയറക്റ്റ് വേജസ്. ദെൻ വേരിയബിൾ ഓവർ ഹെഡ് 100% ഓഫ് ഡയറക്റ്റ് വേജ്. അപ്പം ഡയറക്റ്റ് വേജ് എത്രയാണോ അത്ര തന്നെയായിരിക്കും വേരിയബിൾ ഓവർ ഹെഡും 10ഉം 15ഉം. അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് എഴുതുക. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ ഓവർ ഹെഡ് കുറയ്ക്കുക. ഇപ്പോൾ ഇവിടെ 20, 30, 40, 60ൽ നിന്ന് 40 കുറച്ചാൽ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? പ്രൊഡക്റ്റ് എയിൽ 20, പ്രൊഡക്റ്റ് ബിയിൽ 45. ഇങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ നമുക്ക് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ലഭിച്ചത്. ഇനിയാണ് നമ്മുടെ ഏത് പ്രൊഡക്റ്റ് മിക്സാണ് ഏറ്റവും നല്ലതെന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പ്രൊഡക്റ്റ് എയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 20, പ്രൊഡക്റ്റ് ബിയുടേത് 45. ഇത്രയും നമുക്ക് കിട്ടി. ഇനി ചുവടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ കണ്ടെത്തിയിട്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ഏത് എന്ന് കണ്ടെത്താം. അതിൽ ഫസ്റ്റ് വൺ, സെയിൽസ് മിക്സ് 450 യൂണിറ്റ് ഓഫ് എ ആൻഡ് 300 യൂണിറ്റ് ഓഫ് ബി. ഇവിടെ ഈ ചോദ്യം നോക്കുക, 450 യൂണിറ്റ് ഓഫ് എയും ആൻഡ് 300 യൂണിറ്റ് ഓഫ് ബിയും. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ എ, സെയിൽസ് മിക്സ് 450 യൂണിറ്റ് ഓഫ് എ ആൻഡ് 300 യൂണിറ്റ് ഓഫ് ബി. അതിൽ കോൺട്രിബ്യൂഷൻ 450 യൂണിറ്റിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. യൂണിറ്റ് 450, കോൺട്രിബ്യൂഷൻ എത്രയാണ് നമുക്ക് കിട്ടിയത്? 20 ആണ്, അതായത് പ്രോഫിറ്റ് 20. ബി പ്രൊഡക്റ്റിന് എത്രയാണ്? 45 ആണ്. ഇവിടെ ഈ എമൗണ്ട്, ഓക്കെ, എമൗണ്ടിനെ കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 450ഉം അതുപോലെ തന്നെ 450 × 20ഉം 300 × 45. അതായത് ഇത് എ പ്രൊഡക്റ്റാണ് 450 പറഞ്ഞത്. കോൺട്രിബ്യൂഷൻ
ഫോർ 300 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബിയുടെ പ്രൊഡക്റ്റുമാണ്. അതിൻ്റെ രണ്ടിൻ്റെ എമൗണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 50,000 13,500 കിട്ടും. അങ്ങനെ 22,500 ആദ്യത്തെ ആ ഒരു പ്രൊഡക്ഷൻ നമ്മൾ നടത്തിയാൽ, അതായത് പ്രൊഡക്റ്റ് എയുടെ 450 യൂണിറ്റും പ്രൊഡക്റ്റ് ബിയുടെ 300 യൂണിറ്റും നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 22,500 രൂപയാണ് ലഭിക്കുക. അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 10,000 കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് എത്രയാണ്? 12,500 ആദ്യത്തെ കേസിൽ. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഇവിടെ രണ്ടാമത്തെ കേസ് 900 യൂണിറ്റ് ഓഫ് എ മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം. സെയിൽസ് മിക്സ് 900 യൂണിറ്റ് ഓഫ് എ ആണ്. അപ്പം കോൺട്രിബ്യൂഷൻ 900 യൂണിറ്റിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. എയുടെ കോൺട്രിബ്യൂഷൻ 20 ആയിരുന്നു. 900 × 20 18,000. 18,000-ൽ നിന്ന് 18,000 ആണ് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് അല്ല, നമുക്ക് സെയിൽസിൽ നിന്ന് കിട്ടിയ വരുമാനം. അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 10,000 കുറക്കുക. അപ്പം ബാക്കി പ്രോഫിറ്റ് എത്രയാണ്? 8,000 ആണ് നമുക്ക് രണ്ടാമത്തെ കേസിൽ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. ഇവിടെ നോക്കണം, ഏറ്റവും കൂടുതൽ യൂണിറ്റ് 900 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. പക്ഷേ അവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ് നമുക്കുള്ളൂ? 8,000 ഉള്ളൂ. ദെൻ മൂന്നാമത്തെ കേസ് സെയിൽസ് മിക്സ് 6,000 ബി ഓൺലി, ബി പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ കോൺട്രിബ്യൂഷൻ 6,000 അല്ല 600 ആണ് കേട്ടോ. 600 × 45 അങ്ങനെ 25,000 കിട്ടും. അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 10,000 കുറച്ചാൽ പ്രോഫിറ്റ് 17,000 ലഭിക്കും. ദെൻ നാലാമത്തത് ഡി നോക്കുക. സെയിൽസ് മിക്സ് എ 600 ബി 200 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 600 × 20 200 × 45 ചെയ്യുക. 12,000 9,000 21,000 കിട്ടും. 21,000-ൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് 10,000 കുറച്ചാൽ 11,000 പ്രോഫിറ്റ് ലഭിക്കും. നമ്മൾ ഇനി ഈ 4 കേസിലും പ്രോഫിറ്റുകൾ നോക്കുക. ആദ്യത്തെ എ കേസിൽ 12,500 ആണ്, ബിയിൽ 8,000 ആണ്, സിയിൽ എത്രയാണ്? 17,000 പ്രോഫിറ്റ് ഉണ്ട്, ഡിയിൽ 11,000 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എവിടെ നമുക്ക് കിട്ടിയത്? ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കേസ് സി ആണ്. അതായത് സെയിൽസ് മിക്സ് 600 യൂണിറ്റ് ബി പ്രൊഡക്റ്റ് 600 മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിച്ചത് എന്ന് മാനേജ്മെൻറ്റിന് കാണിച്ചു കൊടുക്കുക. അതാണ് ദസ് സെയിൽസ് മിക്സ് സി ദാറ്റ് ഈസ് 600 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ബി ഈസ് റെക്കമെൻഡഡ് ബിക്കോസ് ഇറ്റ് ഈൽഡ് മാക്സിമം പ്രോഫിറ്റ്. ഇത്രയും നമുക്ക് മാർജിനൽ കോസ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? സബ്മിറ്റ് ചെയ്താൽ മാനേജർ തീരുമാനം എടുക്കും, അടുത്ത വർഷം നമുക്ക് പ്രൊഡക്ഷൻ എ യൂണിറ്റിനേക്കാൾ നല്ലത് ബി യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നുള്ളത് തീരുമാനം മാനേജേഴ്സ് കൈകൊള്ളും. അങ്ങനെയാണ് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്നത്. നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.